ഹലോ എവ്രിവൺ, ഞാനിപ്പോൾ ശരിക്ക് നമ്മുടെ എറണാകുളത്ത് നേരെ മൂന്നാർ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഉള്ളത് നമ്മൾ അങ്കമാലിയിലെ അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോട്ടലിലാണുള്ളത്. ഈ ഹോട്ടലിൻ്റെ പേര് ഒരു വെറൈറ്റിയാണ്. ഇവിടുത്തെ ഫുഡിന് ബിരിയാണിക്ക് വേറൊരു വെറൈറ്റി സംഭവം കൂടിയാണ്. ഈ ഹോട്ടൽ എന്താണ് അൽ മൈദ എന്നിട്ടുള്ള ഹോട്ടലാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ബിരിയാണിക്കുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ വീട്ടിലും ആയാലും ഹോട്ടലിലൊക്കെ ആയാലും അത് ആൾക്കാർ ഇതിട്ടുണ്ടാക്കില്ല. ഇത് മെഷീനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സംഭവം എനിക്ക് വന്നപ്പം ഇതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ തോന്നി അത് എടുക്കണം തോന്നിയിരുന്നു. ഇപ്പം നമുക്ക് ടൈമില്ല, അപ്പോൾ അത് ബിരിയാണി കഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് ഗൈസ്. ഇതിലെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പേര് ഓർമ്മിച്ചോ അൽമൈദ ഇവിടെ പോയി കഴിച്ചാൽ അടിപൊളി ഫുഡാണ്. നല്ല ബിരിയാണി കൈകൊണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് എനിക്ക് തോന്നി. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പുറത്തോട്ട് ഇതിൻ്റെ ആംബിയൻസ് കണ്ടപ്പം ഞാൻ ശരിക്കും ഇവനെ പറഞ്ഞ് നമുക്ക് നല്ലൊരു അറബിക് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കഴിക്കാം, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ വാ. ഞാൻ ഇടയ്ക്ക് വന്നിട്ട് കയറുന്ന റെസ്റ്റോറൻറ്റാണ്, അടിപൊളിയായിരിക്കുന്നത്. കയറുമ്പോഴും ഞാൻ അവനെ പറഞ്ഞു വേണോടെ, കാരണം ഒരു കഫേ സെറ്റപ്പാണ്. കയറി ഇവിടെ ഇരുന്ന് ഈ സംഭവം ഒന്ന് വായിൽ വെച്ച് നോക്കി, അപ്പം തന്നെ ക്യാമറ എടുത്തിട്ട് ഇതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇനി അപ്പം എന്തായാലും നമ്മൾ ബുള്ളറ്റിലാണ് പോകുന്നത്. ആ ബുള്ളറ്റ് യാത്രയൊക്കെ നിങ്ങൾക്ക് മൂന്നാർ എത്തുന്ന വരെ കഴിയുന്ന രാത്രിയാണ്. ഇപ്പോൾ ഒരു സമയം ഒരു 8:30 അപ്പോൾ ഈ ടൈമിൽ കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പം മൂന്നാറിൻ്റെ വീഡിയോകളും മൂന്നാറിൻ്റെ ക്യാമ്പിങ് ടെൻറ്റ് സെറ്റപ്പ് അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ അത് കാണിച്ചു തരും. അപ്പം ഈ നൈറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർഘടം നിറഞ്ഞതായിരുന്നു. കാരണം കുറച്ച് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. ഓൺ ദി വേല തന്നെ കല്ലാറായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ചെറിയ ഹോം സ്റ്റേ, ഒരു വീട് എടുത്തേക്കുണ്ട്. അവിടെ ടെൻറ്റും ഇവിടെ മേളിലാണ്. അപ്പം വട്ടവട ഇന്നലെ രാത്രി നമുക്ക് അത്ര പോകാൻ പറ്റിയ ആ ഒരു വഴിയല്ല. അതേപോലെ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് ഒന്നും കടത്തി വിടില്ല. സോ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് ഇന്നിപ്പം മോർണിംഗ് ഒരു 9 മണി ആവാനായി. ഇപ്പോൾ നേരെ പോകുന്നത് വട്ടവടയിലേക്കാണ്. അസീബിൻ്റെ ടെൻറ്റൊക്കെ അവിടെ പോയിട്ട് നമുക്ക് കാണാം. അപ്പം ഇവിടുന്ന് നമുക്ക് പോവാം.
കൂടുതലാണ്. വെള്ളം കണ്ടില്ലേ, തൊട്ടടുത്ത് വെള്ളം കൂടിയതിനെ കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വട്ടവട പോണതിൻ്റെ ഇടയിലായിട്ട് ടോപ്പ് സ്റ്റേഷന് എത്തുന്നത് തൊട്ടടുത്താണുള്ളത്. ഇവിടെ മൊത്തം ഇപ്പോൾ നട്ടുച്ച ടൈമാണ്, അതായത് 12:15 നട്ടുച്ച എന്ന് പറഞ്ഞ ടൈമാണ്. പക്ഷേ കോട മൊത്തം കോടയാണ്. ഇതപ്പോൾ കണ്ടില്ല, എൻ്റെ ഫ്രണ്ടിലൂടെ ഈ ബാക്ക് സൈഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫുൾ കോടയാണ്. നല്ല തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഗ്രീനറി കാഴ്ചകൾ കണ്ടിട്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ റൂട്ടിലൂടെ വരിക. അതായത് നമ്മളിപ്പം മൂന്നാർ ഒരു ട്രിപ്പ് അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാട്ടുപ്പെട്ടി ഡാം, അതേപോലെ തന്നെ വരുന്ന വഴിക്ക് കുണ്ടള ഡാം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ ടോപ്പ് സ്റ്റേഷനിൽ എത്തുമ്പോൾ നല്ല അടിപൊളി കാഴ്ച ഗ്യാരണ്ടീഡാണ് ഗൈസ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ വരിക. അപ്പോൾ ഈ ടോപ്പ് സ്റ്റേഷൻ വഴിയാണ് നമ്മൾ വട്ടവടയിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാ കണ്ടില്ലേ, മച്ചാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതാ പോവാ, റെഡി. ടോപ്പ് സ്റ്റേഷൻ്റെ ഫുള്ള് നമ്മൾ പോയില്ല. ടോപ്പ് സ്റ്റേഷൻ ഫ്രീ ആണ് ശരിക്കും. ഇപ്പം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫുൾ കോടയാണ്, ഒന്നും കാണാനും പറ്റില്ല. വ്യൂ പോയിന്റ് ആണ്. സോ അവിടുന്ന് പെട്ടെന്ന് നമ്മൾ ഇനിയിപ്പോൾ നേരെ ഈ റൂട്ട് നേരെ തന്നെ പോയി കഴിഞ്ഞാൽ വട്ടവടയിലേക്ക് എത്തുന്നത്. സോ വട്ടവട യാത്ര വീണ്ടും തുടരുന്നു, അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളും തുടരും. നമ്മളിപ്പം വട്ടവടയിലേക്ക് പോകുന്നതിൻ്റെ അടുത്തുള്ള ചെക്ക് പോസ്റ്റിലുള്ളത്. ക്യാമറ, അതുപോലെ തന്നെ 5 കിലോമീറ്റർ വണ്ടി നിർത്താൻ പാടില്ല, വേറൊരു സംഭവം പാടില്ല. ഇത് ഇവിടുത്തെ റൂളാണ്, നമ്മളെ റൂളൊന്നുമല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ നമുക്ക് കിട്ടി. നമ്മളൊരു സബ്സ്ക്രൈബറാണ്, ഫാമിൻ. എവിടെയാണ്? കൊല്ലത്താണ് പഠിക്കുന്നത്. നമ്മളെ കോഴിക്കോട്ടുകാർ, നമ്മളെ നാട്ടുകാർ തന്നെയാണ്. അപ്പം ഇവിടുന്ന് ഇനി ഒരു 5 കിലോമീറ്റർ വീഡിയോ ഒന്നുമില്ല.
അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വട്ടവട കാഴ്ച കാണാം. ഇപ്പൊ നമ്മള് വട്ടവട എന്ന് പറഞ്ഞിട്ടുള്ള ആ കൊച്ചു ഗ്രാമത്തിലെത്തി. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ മെയിൻലി അവർ ജീവിക്കുന്നത് ഫാമിംഗ് ആണ് ഇവരെ മെയിൻ വരുമാന മാർഗം. ഭയങ്കര റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSNL മാത്രം കിട്ടും, വേറെ ഒന്നിനും റേഞ്ച് ഇല്ല. അപ്പം മനസ്സിലാക്കാൻ പറ്റും അത്രയും ആ ഒരു കാലഘട്ടം കുറവിലേക്കാണ്. ഇതേപോലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ കാഴ്ച കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമായിട്ട് നമ്മളൊരു ഷൂട്ടിന് പോയായിരുന്നു, ഒരു തമിഴ് ഫിലിമിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പോൾ പോയപ്പം അവിടെ എനിക്ക് കൊരങ്കിണി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, ഇവിടെ മൂന്നാർ അടുത്ത് തന്നെയാണ്, അത് കമ്പന്തേനി ആ വഴിക്ക് കയറി വരാം. മൂന്നാർ മല കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊരങ്കിണിയാണ്. അപ്പോൾ ആ കൊച്ചു ഗ്രാമത്തിൽ അന്ന് കണ്ടിരുന്ന അതേ ഒരു കാഴ്ചകളാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത്. ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര കാണാൻ രസമുള്ള സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടുത്തെ ഫാമിംഗ് കാഴ്ചകളും ഇതുപോലെ തന്നെ സ്ട്രോബെറി ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു 10-15 വർഷം പുറകോട്ടാണ്. എനിവേ ഞാനിവിടെ വട്ടവടയിലെത്തി. ഇനി ഇവിടെ മേളിൽ തന്നെ നമുക്കൊരു ചെറിയൊരു ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമുള്ള ഒരു ഇവിടുത്തെ ഈ ടൗണിലായിട്ട് ചെയ്തു വെച്ച ഒരു സംഭവമുണ്ട്. അവിടുന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മളെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോവുക. അവിടെ ഫ്രഷ് ആവാനുള്ള സൗകര്യമുണ്ട്, എങ്കിലും ഇവിടുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ആ സൈറ്റിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, കാരണം ബൈക്കിൽ ഇങ്ങനെ വന്നല്ലേ മുടിയൊക്കെ കൊളായി കിടക്കാണ്. ഓക്കെ, കുഴപ്പമില്ല. എനിവേ നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളിവിടെ വട്ടവടയിൽ നിന്ന് കയറി മേളിലെത്തി. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് ഒരു ചെറിയ ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ. ഇത് നമ്മളെ ചാർജൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടേക്കാണ്. അപ്പം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകുന്നത്. ഫ്ലാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. തുറക്കടാ. ചാർജിങ് കാര്യത്തിനൊക്കെയാണ് കേട്ടോ ഇത്, വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നേരെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് പോകും. ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഈ ഫ്ലാറ്റില്ലേ, ഫ്ലാറ്റല്ല മഡ് ഹൗസാണിത്. ഇതിൽ അല്ല സ്റ്റേ കൊടുക്കുക, ശരിക്കും ഇവിടെ സ്റ്റോർ റൂം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജംഗ്ഷൻ അടുത്തായതിനെ കൊണ്ട് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇത് എടുത്തതാണ്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ടെൻറ്റിൻ്റെ സ്റ്റേ ഉള്ള ആ ഏരിയ, അവിടുത്തെ വ്യൂ, കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. എടാ
നമ്മൾ മച്ചാനും ഇവിടെ ബാക്കിലുണ്ട്. അസീബ് ഇതാ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ റെഡിയായി. ഞാനിനി കുളിക്കണം, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. സോ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ല, അത്രയും അടിപൊളി കാഴ്ചയാണ്. അതായത് ഈ നമ്മുടെ മൂന്നാറിന്ന് നേരെ ടോപ്പ് സ്റ്റേഷൻ വഴി വട്ടവട വരുമ്പോൾ അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ, സ്ട്രോബെറി ഫാമിംഗ് ആണ് ഇവിടെ മെയിൻ. ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്, ഇവിടുത്തെ ആൾക്കാർക്ക് ഫാമിംഗ് ആണ് മെയിൻ പരിപാടി. സ്ട്രോബെറി, ക്യാരറ്റ് ഇങ്ങനത്തെ സാധനങ്ങളാണ് മൊത്തം. അതുപോലെ തന്നെ ഈ ഒരു മല ഉണ്ട് ഇവിടെ. ഈ മലൻ്റെ അപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊടൈക്കനാലാണ്. അതൊരു ദിവസം പോകണമെന്നുണ്ട്, നേരെ ട്രെക്ക് ചെയ്തിട്ട് അപ്പുറം പോകണമെന്നുണ്ട്. അത് ഇൻഷാ അല്ലാ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയും കാണണമെന്നുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത ഇതിൻ്റെ ബാക്കി പുതിയ വീഡിയോയിൽ കാണുന്നവരിക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്.